അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി ഇറാൻ. അതേസമയം ചർച്ചകൾ നീതിയുക്തമായിരിക്കണമെന്നും ഭീഷണിയുടെ നിഴലിൽ അത് നടത്തുന്നതിനോട് താൽപ്പര്യമില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഇറാന് നേരെ ആക്രമണ ഭീഷണി മുഴക്കുന്നതിനിടയിലാണ് ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധമാണ് എന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാഗ്ചി വ്യക്തമാക്കിയത്. അമേരിക്കൻ സൈനിക നടപടി ഒഴിവാക്കണമെങ്കിൽ ഇറാൻ 2 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത്. 1. ആണവ ചർച്ചകളിലേക്ക് ഇറാൻ തിരികെയെത്തണം, ആണവായുധങ്ങൾ വേണ്ട എന്ന് വെക്കണം. 2. ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കൊല്ലുന്നത് അവസാനിപ്പിക്കണം. നിലവിൽ അമേരിക്കൻ സൈന്യം ശക്തമായ സൈനിക വിന്യാസമാണ് ഈ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8ഓളം അമേരിക്കൻ ഡിസ്ട്രോയറുകളും ഒരു വിമാനവാഹിനി കപ്പലും ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ മേഖലയിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ സൈന്യം അതീവ ജാഗ്രതയിൽ തുടരുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടിക്കുന്നതിനുള്ള അമേരിക്കൻ സൈനിക ദൗത്യത്തിൽ ഉൾപ്പെട്ടിരുന്ന EA-18G ഗ്രോളറുകളും F-35 യുദ്ധവിമാനങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ നിലവിലെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള വലിയ ആക്രമണത്തിനായാണ് അമേരിക്ക ആസൂത്രണം നടത്തുന്നത് എന്നും ഇസ്രായേൽ പ്രതിരോധ സേനയും അമേരിക്കൻ സായുധ സേനയും തമ്മിൽ ഈ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇസ്രായേലി മാധ്യമങ്ങളും വ്യക്തമാക്കുന്നു. പ്രസിഡന്റ് ട്രംപിന് ഇറാനെതിരെ ഏതു തരത്തിലുള്ള സൈനിക നടപടിയും സ്വീകരിക്കാൻ പാകത്തിലുള്ള പടയൊരുക്കങ്ങളാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു. അതേസമയം അമേരിക്ക നടത്തുന്ന ഏത് ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണ് എന്നും എന്നാൽ ഭീഷണിപ്പെടുത്തി ചർച്ചകൾ നടത്തുന്നതിനോട് താൽപ്പര്യമില്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗീന ന്യൂസ്.